ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പാത്വേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രാമർ പാർട്ടാണ്, ഇഫ് ക്ലോസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇഫ് ക്ലോസ് 3 തരത്തിലാണുള്ളത്: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അപ്പോൾ ഇത് ഓരോ ടൈപ്പുകൾക്കും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ ഈ പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നോക്കാം. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ അത് അവിടെ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും വരുന്നത്. മെയിൻ ക്ലോസിൽ വരുമ്പോൾ വിൽ ഓർ ക്യാൻ പ്ലസ് V1 ഫോമാണ് വരുന്നത്. അപ്പം ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അതിൽ ഇഫ് ക്ലോസ് ആ ഒരു പാർട്ടിൽ വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. മെയിൻ ക്ലോസിൽ വരുന്നത് വില്ല് അല്ലെങ്കിൽ ക്യാന് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസിൻ്റെ പാർട്ടിൽ സിമ്പിൾ പാസ്റ്റ് വരും. മെയിൻ ക്ലോസിൻ്റെ പാർട്ടിൽ വരും? വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ടൈപ്പ് 3 പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്കറിയാം ഹാഡ് പ്ലസ് V3 ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അവിടെ ശ്രദ്ധിക്കണം, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം എന്ന് പറയുന്നത് അവിടെ മെയിൻ ക്ലോസിൽ വരുന്നത് V1 ഫോമാണ്. ടൈപ്പ് 3യിലാണ് V3 ഫോം വരുന്നത്. ഈ ഫോർമാറ്റ് ഒരു നോട്ടിൽ കുറിച്ച് വെച്ചാൽ മതി. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ആ എക്സാമ്പിൾസ് കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാം. ഇവിടെ ഇഫ് ഐ സ്റ്റഡി എന്ന് പറയുന്നതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു കോമ കഴിഞ്ഞിട്ട് വരുന്നതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഐ വിൽ പാസ് ദ എക്സാം, അത് മെയിൻ ക്ലോസ് ആണ്. ഇഫ് ഐ സ്റ്റഡി ഇഫ് ക്ലോസിൽ ഏത് ടെൻസാണ് വന്നിരിക്കുന്നത്? പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇഫ് ഐ സ്റ്റഡി അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് വരുമ്പോൾ മെയിൻ ക്ലോസ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു വിൽ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ഐ വിൽ പാസ് ദ എക്സാം, വിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പാസ് അത് V1 ഫോമാണ്, വെർബിൻ്റെ V1 ഫോമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് ഐ സ്റ്റഡീഡ്, അവിടെ സിമ്പിൾ പാസ്റ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റഡീഡ് സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 ഫോം. വുഡും അതിൻ്റെ കൂടെ V1 ഫോമും കൊടുക്കണം. അപ്പം ഐ വുഡ് പാസ് ദ എക്സാം, ഐ വുഡ് പാസ് ദ എക്സാം. മൂന്നാമത്തെ എക്സാമ്പിൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3. ഏതാണ് ഹാഡ് പ്ലസ് V3 ഫോം വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അത് ടൈപ്പ് 3 ആണ്. അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത്. അപ്പം മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വുഡിൻ്റെ കൂടെ ഹാവ് ചേർത്തിട്ട് V3 ഫോം ഓഫ് ദ വെർബും കൂടി ചേർക്കണം. അപ്പം ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V3 ഫോമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് ക്ലോസിൽ വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ്, വുഡ് ഹാവ് പാസ്റ്റ് V3 ഫോമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാം. ഇഫ് ഐ സ്റ്റഡീഡ് ഐ വുഡ് പാസ് ദ എക്സാം. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഷീ സിങ്സ് വെൽ ഷീ ഡാഷ് ഫസ്റ്റ് പ്രൈസ്. ഓപ്ഷൻസ് വുഡ് ഗെറ്റ്, വിൽ ഗെറ്റ്, വുഡ് ഗോട്ട്, വുഡ് ഹാവ് ഗോട്ട്. ഇഫ് ഷീ സിങ്സ് വെൽ, സിങ്സ്, സിങ് ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ മെയിൻ ക്ലോസ് എന്ത് വരും? വിൽ ഓർ ക്യാൻ പ്ലസ് V1 ഫോം. അപ്പോൾ ഇതിൽ V1 ഫോമായിട്ട് കിടക്കുന്ന ഓപ്ഷൻ ഗെറ്റ് ആണ്. അതുകൊണ്ട് ആൻസർ വിൽ
ഗെറ്റ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു പ്ലേഡ് വിത്ത് മീ ഐ ഡാഷ് യു. പ്ലേഡ് സിമ്പിൾ പാസ്റ്റ് പ്ലേഡ് ആണ്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം വുഡ് പ്ലസ് V1 ഫോം ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ വുഡ് ഉണ്ട്, V1 ഫോം ഹെൽപ്പ്. അപ്പം ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ്. വുഡ് ഹെൽപ്പാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഷീ ഹാഡ് കെയിം വിത്ത് ഹിം ഹി ഡാഷ് ഹാപ്പി. ഷീ ഹാഡ് കെയിം, ഹാഡ് പ്ലസ് V3 ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, വുഡ് ഹാവ് ബിക്കെയിം, അതാണ് കറക്റ്റ് ആൻസർ, വുഡ് ഹാവ് ബിക്കെയിം. ഇഫ് ക്ലോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.